എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സാറ്റിലേക്ക് സ്വാഗതം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജാനുവരി 2026 മുതൽ ഡിസംബർ 2026 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജാനുവരി 2026 മുതൽ ഡിസംബർ 2026 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Knight of Wands energy, 9 of Swords, 6 of Pentacles, Death card, Queen of Cups, അതുപോലെ തന്നെ 2 of Pentacles energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വർഷമായിരിക്കും. കാരണം നിങ്ങൾ എന്തൊക്കെയോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യം തന്നെ നൈറ്റ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു വർഷമായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് അതിന് വേണ്ടുന്ന രീതിയിൽ കുറച്ചധികം തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഹാപ്പി എൻഡിങ് തരുന്ന ഒരു വർഷമാണെന്ന് പറയാം. അപ്പോൾ ഒത്തിരി കഷ്ടപ്പാടുകളും സഹിച്ചിട്ടുള്ള നിങ്ങൾ സഹിച്ച ആ കഷ്ടപ്പാടിനൊക്കെ ഒരു അറുതി വരുന്ന ഒരു സമയം എന്ന് പറയും. ഒരു ഹാപ്പി ഇവൻ്റ് ഈ ഒരു സമയം കാണിക്കുന്നുണ്ട്. ഈ വർഷം നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അതിനുവേണ്ടി ഒത്തിരി ശ്രമിച്ചു, കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എങ്കിൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി വരുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. മറ്റേതെങ്കിലും വിദേശ രാജ്യത്തേക്ക്, അതേപോലെ നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു വിദേശ രാജ്യത്തുള്ള ഒരാളാണ് എങ്കിൽ അവിടെ നിന്ന് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന് സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. നല്ലൊരു ജേണി, ഒരു ചേഞ്ച് ഓഫ് റെസിഡൻസ് ലൈഫിൽ എപ്പോഴും ആഗ്രഹിച്ച ആ ഒരു മാറ്റം ലൈഫിൽ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മെസ്സേജ് ഈ ഒരു വർഷം നിങ്ങളെ തേടി വരുന്നുണ്ട്. അതായത് ചില വ്യക്തികൾ നിങ്ങൾ അതായത് നിങ്ങളുടെ സുഹൃത്തുക്കളാണ് എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ചില വ്യക്തികൾ ശരിക്കും അവരെ വിശ്വസിക്കാൻ പാടില്ലാത്ത ആളുകളാണ് എന്നുള്ളതോ, അല്ലെങ്കിൽ ചില ആളുകൾ അവരെ അത്രയ്ക്ക് വിശ്വസിച്ചുകൂടാ എന്നുള്ള രീതിയിൽ ചിന്തകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ നിങ്ങളിൽ ഉണ്ടാവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോവാം. ബാക്കി പ്രധാനപ്പെട്ട വലിയ വലിയ കാര്യങ്ങൾ, പൈസ സംബന്ധിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ലൈഫിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരോട് പറയാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളിൽ പൊതുവെ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. 9 ഓഫ് സോർഡ്സ് എനർജി കണക്ഷൻസ്, അതുപോലെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കുന്ന ഒരു സ്വഭാവം രീതി നിങ്ങളിലിപ്പോൾ കാണിക്കുന്നുണ്ട്. അതായത് എന്ത് കാര്യമാണ് എങ്കിലും, കൊച്ചു കാര്യമാണെങ്കിൽ പോലും അത് ഊതി വീർപ്പിച്ച് വലുതാക്കി അതിൽ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മെൻ്റൽ ടോർച്ചർ നിങ്ങൾ നൽകുകയാണ് നിങ്ങൾക്ക് തന്നെ എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളൊരു ചിന്തയിൽ നിന്നുണ്ടാകുന്ന ഒരു ടെൻഷനാണ്. അപ്പോൾ അത് ഒരിക്കലും മാറുന്നില്ല. കാരണം ജീവിത സാഹചര്യങ്ങൾ മാറിയാൽ പോലും അത് മാറില്ല. കാരണം ആ ഒരു സാഹചര്യം മാറിയ സാഹചര്യത്തിലും നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ അടിക്കാനായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിൽ തന്നെ ആലോചിച്ച് സ്വയം ആ ഒരു എനർജിയിൽ തന്നെ നിൽക്കും. അപ്പോൾ മാറ്റേണ്ടത് സർക്കംസ്റ്റൻസസ് അല്ല, പക്ഷേ ഒരു ചേഞ്ച് ഒരു ആറ്റിറ്റ്യൂഡ്, അതായത് ഒരു കാര്യത്തെ നോക്കിക്കാണുന്ന നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് മാറ്റം വരുത്തേണ്ടത്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം മാറിയാൽ ഹാപ്പി ആണെന്ന് വിചാരിക്കും. ആ സിറ്റുവേഷൻസ് മാറുമ്പോൾ ഒരാഴ്ചത്തേക്ക് നിങ്ങൾ ചിലപ്പോൾ ഹാപ്പി ആയിരിക്കാം, പക്ഷേ ആ മാറിയ സിറ്റുവേഷനിലുള്ള പുതിയ കാര്യങ്ങളിലും എന്തെങ്കിലും കണ്ടെത്തും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ ലൈഫിൽ ആ ഒരു സ്ട്രെസ്സ്, ആങ്സൈറ്റി കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് പറ്റും. അത് എളുപ്പമുള്ള കാര്യം ആണെന്ന് പറയുന്നില്ല, അത് വളരെ ബുദ്ധിമുട്ടേറിയൊരു കാര്യമാണ്. പക്ഷേ അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ എടുക്കാം. അതായത് മെഡിറ്റേഷനോ കാര്യങ്ങളോ, യോഗ പ്രാക്ടീസ് ചെയ്യാം, കോൺസെൻട്രേഷൻ, ആങ്സൈറ്റി കുറയ്ക്കുന്നത്, കോൺസെൻട്രേഷൻ കൂട്ടുന്നത്, ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള യോഗ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചേഞ്ച് ലൈഫിൽ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക, അനാവശ്യ സ്ട്രെസ്സ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.
അതേപോലെ 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. കരിയർ ആൻഡ് ഫിനാൻസ് വളരെ സുന്ദരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഒരു വർഷം. പൊതുവെ ഈ ഒരു വർഷം എന്ന് പറയുന്നത് കരിയർ, ഫിനാൻസ് വളരെ സന്തുഷ്ടമായിട്ട്, ഫാമിലി ലൈഫും സന്തുഷ്ടം തന്നെയാണ്. പക്ഷേ ഈ ചിന്തകൾ, പേഴ്സണൽ ലൈഫ് എന്ന് പറയുമ്പോൾ കൂടുതൽ അനാവശ്യ ചിന്തകളോ അല്ലെങ്കിൽ നിങ്ങളിരുന്ന് ടെൻഷൻ അടിക്കുന്നതോ നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റിൽ അഫക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതല്ലാതെ കരിയറും ഫിനാൻസും നല്ലൊരു എനർജിയാണ്. അപ്പോൾ നല്ലൊരു എനർജിയാണെന്ന് പറയുമ്പോൾ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പുതിയ ജോലിക്ക് ശ്രമിക്കാം. ഉള്ള ജോലിയിൽ തന്നെ നിൽക്കുകയാണെങ്കിലും അതിനും സിറ്റുവേഷൻസ് കുഴപ്പം ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പുതിയൊരു ജോലിയിലേക്ക് പോവുകയും പുതിയ സാഹചര്യങ്ങൾ, പുതിയ പല കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, പുതിയൊരു അറ്റ്മോസ്ഫിയറിൽ നിൽക്കാം. ഇത് നിങ്ങൾക്കിപ്പോൾ ഒരു ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ സെയിം കമ്പനിയിൽ തന്നെ തുടരുന്നത്, ഇനി സെയിം കമ്പനിയിൽ തന്നെ നിന്നാലും പ്രൊമോഷൻ സിറ്റുവേഷൻസ് ഒക്കെ വരാം. അപ്പോൾ ജോബിൽ ചേഞ്ച് ഉണ്ടെങ്കിലും ചുറ്റുമുള്ള പല സാഹചര്യങ്ങളിലും മാറ്റം വരുന്നില്ല. നിങ്ങളൊരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു കമ്പനിയിലേക്ക് നല്ലൊരു ഹയർ പൊസിഷനിൽ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു സമയമാണ്. കാരണം നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹിച്ച ചേഞ്ചാണ് അവിടെ ലഭിക്കുന്നത്. ഫിനാൻഷ്യലി ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന സമയമാണ്, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയാണ്. അപ്പോൾ 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജി ഇവിടെ സൂചിപ്പിക്കുന്നത് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പരിചിതമല്ലാത്തിടത്തിൽ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യലി എങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്ന് അധികം ഉറപ്പില്ലാത്തടത്ത് പോകാതിരിക്കുക, റിസ്ക് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഷെയറിലൊക്കെ ചെയ്യുകയാണെങ്കിൽ മീഡിയം ടു ലോ റിസ്ക് ഉള്ള കാര്യത്തിൽ പോവുക. ഹൈ റിസ്ക് ഉള്ളതിൽ അതിൻ്റെ ലാഭവും കൂടുതലായിരിക്കും, പക്ഷെ നഷ്ടവും അതുപോലെ ആയിരിക്കും. നിങ്ങളിപ്പോൾ ലോ ടു മീഡിയം റിസ്കിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഡെത്ത് കാർഡാണ്. ന്യൂ ബിഗിനിങ് മെയിൻലി കാണിക്കുന്നത് പ്രൊഫഷൻ ഫിനാൻസിലാണ്. സാമ്പത്തിക നില മെച്ചപ്പെടുന്നുണ്ട്, നല്ല ജോലി, പുതിയ ജോലി സാധ്യതകളൊക്കെ. ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഒരു പരിധി വരെ. അത് പക്ഷെ നിങ്ങളുടെ കയ്യിലാണ്. കാരണം ആ ഒരു ചേഞ്ചിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പല ആളുകളുണ്ടല്ലോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ അടിച്ചിരുന്നാൽ അവർക്ക് സമാധാനമാവുള്ളൂ, ഇങ്ങനെ സങ്കടങ്ങൾ സംസാരിക്കാൻ മറ്റുള്ളവരുടെ അടുത്ത് എപ്പോഴും അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ ആ ഒരു എനർജിയിൽ നിന്നുള്ള ഒരു മാറ്റം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസസിലെല്ലാം മാറ്റം വരുത്തേണ്ടത് നിങ്ങളുടെ ഉള്ളിലാണ്. ഇപ്പോൾ സമയമായിട്ടില്ല, അല്ലെങ്കിൽ ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് ടൈം എന്ന് ചിന്തിക്കുന്നവർ ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ഓൾവേസ് ആ മൊമെൻറ്റിൽ ആണ് ശരിയായിട്ടുള്ള സമയം. അതിൽ നിങ്ങൾ സ്റ്റെപ്സ് എടുക്കുക. ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. ഫാമിലി ലൈഫ് പൊതുവെ സുന്ദരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ടെൻഷൻ, ആങ്സൈറ്റി ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജീവിത പങ്കാളി ആയതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവാം. പക്ഷേ എന്നിരുന്നാലും ഈ ആങ്സൈറ്റി കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. വേറെ ഒന്നുമില്ലെങ്കിൽ ഒരു കൗൺസിലറെയോ മറ്റോ കണ്ട്, ഡോക്ടർ അല്ലെങ്കിൽ ഫിസിയോ, ഒരു സൈക്കോളജിസ്റ്റ് അതുപോലെയുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ട് മുന്നോട്ടേക്ക് പോവാം. പിന്നെ ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഫാമിലിയായിട്ട് വളരെ നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ നിങ്ങൾ ഫാമിലിയായിട്ട് അധികം സമയം ചിലവഴിക്കുന്നില്ല. ഒത്തിരി എന്താ പറയുക, ഭയങ്കരമായിട്ട് വർക്ക് ഹോളിക് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നു. ലൈഫ് നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു. ഫാമിലിയോട് കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ. അതേപോലെ 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഈ ഫിനാൻഷ്യലി പ്രൊഫഷൻ വൈസ് നല്ലൊരു എനർജിയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പറഞ്ഞ പോലെ പുതിയ ലോൺ എടുക്കുക, ബിസിനസ് എക്സ്റ്റെൻഡ് ചെയ്യുക, വിദേശത്തേക്ക് ബിസിനസ് കൊണ്ടുപോവുക ഇൻ്റർനാഷണൽ ലെവലിലേക്ക്, അല്ലെങ്കിൽ ഓൾറെഡി വിദേശത്ത് വർക്ക് ചെയ്യുന്ന വിദേശവുമായിട്ട് ഇൻ്റർനാഷണൽ കണക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ബിസിനസ് വിദേശത്തേക്ക് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തുള്ളൊരു വ്യക്തിയായിരിക്കും. അപ്പോൾ അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ രണ്ട് കാര്യം ഒരേ സമയം കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഒരുപക്ഷെ ചില ആളുകൾ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടാവും, അതോടൊപ്പം തന്നെ ബിസിനസ് കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. പ്രായമായിട്ടുള്ളവർ, വിദ്യാർത്ഥികൾ, വീട്ടമ്മമാർ, ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം
ഫാമിലി ആയിട്ട് കുറച്ച് ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്കായിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും അധ്വാനിച്ച് ക്കാനുള്ള അവസരം, ചെറിയ ബിസിനസ് എന്തെങ്കിലും അതിനുള്ള അവസരമുണ്ട്. അത് പ്രയോജനപ്പെടുത്തിയാൽ നല്ലൊരു വർഷമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.